ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച് മാരേജ് ആയിരുന്നു? രണ്ടും അങ്ങനെയല്ല. അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറയാം. കാണാതെ ശബ്ദത്തിലൂടെ സംസാരത്തിലൂടെ മാത്രം പരിചയപ്പെട്ട ഒരാളോട് കല്യാണം കഴിക്കാതെ സമ്മതിച്ചു. ബാക്കി രണ്ടുപേരും വളരെ കൂളായിട്ട് നിൽക്കുന്നു. ഇവള് മാത്രം ഇവളുടെ ഈ ചുണ്ടൊക്കെ കിടന്ന് ഇങ്ങനെ ഒരു വിറയലുണ്ടായിരുന്നു. ചെടികളൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടി വന്ന നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ടാവും. പുൽക്കൂട് അതെ അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പുൽക്കൂടിന്റെ പ്രത്യേകത എന്താന്ന് പറയാമോ? ഉണ്ണിയേശുവിനെ അനുഗ്രഹിക്കുന്ന ആരാന്ന് നോക്കി. ഇതെല്ലാം എൻ്റെ ഭാര്യയുടെ പരിപാടികളാണ്. ആദ്യമായിട്ട് വാങ്ങിച്ച കാറാണ്. അപ്പോൾ ഇത് അച്ഛനൊരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ്. മാർത്താണ്ഡത്തുള്ള ഒരാളാണ്. ഏകദേശം 1 ലക്ഷം രൂപയാണ് എൻ്റെ വില. അത് ആ കണ്ണിനൊക്കെ ഒരു ജീവനുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉള്ളതായിട്ടാണ് എനിക്ക്. എൻ്റെ മോനാണ് പാവകൾ എടുക്കാൻ വിദഗ്ധൻ. അവൻ നമ്മുടെ ലുലുമാളിൽ കളിക്കുന്നിടത്ത് പോകത്തില്ലേ, എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കുപ്പി നോക്കിയിട്ട് എനിക്ക് കിട്ടിയാണെന്ന് പറയരുത്. അതും കിട്ടിയല്ലേ? അത് കേരളവർമ്മ പഴശ്ശിരാജ നമ്മുടെ ആദ്യത്തെ അവാർഡാണ്. ഇത്തിരി വെയിറ്റ് ഉണ്ട്. ഫസ്റ്റ് അവാർഡാണ്. എൻ്റെ സിനിമയ്ക്കുള്ള 2ാമത്തെ അവാർഡാണ്. ഗോഡ് ഫാദർ സിനിമയുടെ 405-ാം ദിവസത്തിൻ്റെ ഒരു മൊമെൻ്റാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് വരിക. എൻ്റെ മക്കൾ ആരോടും പരീക്ഷ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു എന്നൊന്ന് കേട്ടാൽ മതി. കല്യാണം കഴിച്ച് കുറേ കാലം ഞാൻ കൊഴുക്കട്ടായിരുന്നു ഉണ്ടാക്കി കൊടുക്കുന്നത്. അരി, ഗോതമ്പ്, പിന്നെ കുറേ പാചകത്തിൻ്റെ ബുക്കുകളുണ്ട്. പിന്നെ ശോഭിച്ചേട്ടന് നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും ഒരേ എക്സ്പ്രഷൻ. അപ്പൊ പിന്നെ നമ്മൾ വിചാരിക്കും എന്തിനു മെനക്കെടുന്നേ, നമ്മൾ കൊള്ളാത്ത സാധനം കൊടുത്താലും ഭയങ്കര നല്ല ഈ ഒരു എക്സ്പ്രഷൻ. നമ്മളൊരു 24 മണിക്കൂറിൽ ഒരു 4 മണിക്കൂർ ഇണക്കം കാണും, ബാക്കി 20 മണിക്കൂർ മഴക്കായിരിക്കും. ഹായ്, മലയാളത്തിൻ്റെ മഹാനടൻ തിലകൻ ചേട്ടൻ്റെ മകൻ ശോഭിത്തിൽ എൻ്റെ വീട്ടിലാണെന്നുള്ളത്. സിനിമയിലും സീരിയലിലുമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒപ്പം വീട്ടുവിശേഷങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ അറിയാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ശോഭിച്ചേട്ടൻ്റെ വീട്ടിലുള്ളത്. ശോഭിച്ചേട്ടൻ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ബാബാ, എന്തോ കാര്യമായിട്ടുള്ള പരിപാടികളിലൊക്കെ ആയിരുന്നു തോന്നുന്നു. അല്ല, ഇവിടെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടി വന്ന നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ട്. അവർ ഇതൊക്കെ ഒന്ന് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കത് ഇറങ്ങി ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. തന്നെയല്ല, കുറച്ച് നാളായി വന്നിട്ട്. അപ്പോൾ ഈ മഴയൊക്കെ ആയിട്ട് ഭയങ്കര പുല്ലും കാടും ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ഒരുപാട് പൂച്ചെടികളായിട്ടാണെങ്കിലും ഗാർഡനിങ് ഉണ്ട്. അവിടെ ഗാർഡൻ ഉണ്ട്. അതെ, ഭയങ്കര സെറ്റായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ശ്രദ്ധിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇരിക്കണ പുൽക്കൂടിന് എന്തോ പ്രത്യേകത ഉണ്ട്. പുൽക്കൂട് അതെ, അത് ഞാൻ പറഞ്ഞുതരാം. പുൽക്കൂട് ഇന്ന് എത്ര തീയതി? ഇന്ന് 10-ാം തീയതി. 10-ാം തീയതി. 10-ാം തീയതി ആയിട്ട് ഞാൻ മാറ്റിയിട്ടില്ല. കാരണം നമുക്ക് ഇതുവരെയായിട്ടും ക്രിസ്മസ് കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ നമ്മുടെ പുൽക്കൂടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാമോ? പുൽക്കൂടിൻ്റെ പ്രത്യേകത നിങ്ങൾ അവിടെയൊന്നും നോക്കണ്ട. അവിടെയൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ അതെ, പുൽക്കൂടതാണ്. പക്ഷേ ഈ നമ്മുടെ എന്താ പറയുക, വേറെ ഒരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഉണ്ണിയേശുവിനെ അനുഗ്രഹിക്കുന്ന ആരാന്ന് നോക്കി. സെറ്റ് ചെയ്ത് വെച്ചാണോ? അല്ലല്ല, ഇത് ഞാൻ സെറ്റ് ചെയ്ത പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഞാൻ സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ ശിവൻ എപ്പോഴും അവിടെ അനുഗ്രഹത്തിനുള്ളതാണ്. ഞാൻ സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മളിത് സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ ശിവൻ അനുഗ്രഹിക്കുന്നത് ഉണ്ണിയേശുവിനെ. അപ്പോൾ അതൊരു നല്ല മെസ്സേജ് അല്ലേ? കാരണം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ മെസ്സേജായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഇതിന് മുമ്പ് ഞാൻ അകത്തായിരുന്നു സെറ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് തോന്നി നല്ലത് ഇവിടെ സെറ്റ് ചെയ്യുന്നതാണെന്നല്ലോ തോന്നി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാം എന്നും പറഞ്ഞിങ്ങനെ വെച്ചേക്കുക. സാധാരണ നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞൊരു ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴേക്കും മാറ്റുന്നതാണ്. ഇതിപ്പോൾ 10-ാം തീയതി ആയിട്ടും മാറ്റിയിട്ടില്ല. അതങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഒരുപാട് പൂച്ചെടികളും ഒരു ഗാർഡനിങ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതെല്ലാം ചേട്ടൻ്റെ നേതൃത്വത്തിലാണോ ചെയ്തിരിക്കുന്നത്? എൻ്റെ നേതൃത്വം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും എൻ്റെ നേതൃത്വമുണ്ട്. പക്ഷേ ഇതെല്ലാം എൻ്റെ ഭാര്യയുടെ പരിപാടികളാണ്. അവളാണ് ഇതിൻ്റെ ഈ പറയുന്ന ചെടികൾ, എവിടെ പോയാലും ചെടികൾ വാങ്ങിക്കുകയും അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സംഭവം ഓടിച്ചുകൊണ്ട് വന്നത് നട്ടുപിടിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന അവളാണ്. പക്ഷെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇത്രയും ഒരു സ്പേസ് വെറുതെ ഇടണ്ട. തന്നെയല്ല, നമുക്ക് പ്രകൃതിയോടും ചെടികളോടും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് കൂടുതലും ഇഷ്ടം മരങ്ങളോടാണ്. പക്ഷേ ചെടികളും ഇഷ്ടമാണ്. ഞാൻ കൂടുതലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറാണ് പതിവ് സാധാരണ. ഞാൻ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ചന്ദനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റംബുട്ടാൻ, അതൊക്കെ നമ്മൾ ചിലപ്പോൾ തൈ മേടിച്ചുകൊണ്ട് വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കുന്ന എന്തെങ്കിലും പഴം കഴിക്കണം, അതിൻ്റെ കുരു മുളപ്പിച്ചിട്ട് നട്ടുപിടിപ്പിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ചെറി, അതുപോലെ തന്നെ എന്താണ്, പണ്ട് നേരത്തെ താമസിക്കുന്ന വീട്ടിൽ ലക്ഷ്മി തെരു ഒക്കെ ഞാൻ നട്ടുപിടിപ്പിക്കും. പിന്നെ നമ്മുടെ എന്താണ് എൻ്റെ പേര് പറഞ്ഞത്, ഞാവൽപ്പഴമൊക്കെ അത് മരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാവൽപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാനെന്തറിയോ, ഈ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വീട്ടിലേക്ക് മാറുമ്പോൾ കൊണ്ടുപോകാമല്ലോ. പക്ഷേ ഇവിടെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോകുമ്പോൾ പിടിതുകൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സാധാരണ ഞാൻ അത് എൻ്റെ ലൈഫിലുണ്ടാകുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ നമ്മുടെ പാഷൻ ഫ്രൂട്ടില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനു മുമ്പ് താമസിച്ച വീടുകളിലൊക്കെ ഞാനത് നട്ടുപിടിപ്പിച്ച് ഇത് പന്തലൊക്കെ ഇട്ട് ഭയങ്കര രസമായിട്ട് വന്ന് അത് കംപ്ലീറ്റ് പടർന്ന് അവസാനം ഇത് പൂത്ത് കായ്ച്ച് പഴം കഴിക്കാറാകുമ്പോൾ ഞാൻ ആ വീട് മാറും. എനിക്ക് കഴിക്കാൻ പറ്റില്ല. അത് കാച്ചു കഴിയുമ്പോൾ ആ വീട് മാറാനായിട്ട് എന്തെങ്കിലും അവസരം വരും. പിന്നെ ആ വീട് മാറി അടുത്ത വീട്ടിൽ പോകും. അടുത്ത വീട്ടിൽ ചെന്ന് അവിടെയും ഞാൻ ഇതുപോലെ ഈ പറയുന്ന പാഷൻ ഫ്രൂട്ട് വെച്ച് പിടിപ്പിച്ച് ഇതെല്ലാം റെഡിയായി. ഇത് കറക്റ്റ് അതുപോലെ തന്നെ കാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പാഷൻ ഫ്രൂട്ട് വെക്കുന്നില്ല. കാരണം വെച്ച എവിടെ നിന്ന് മാറാൻ പറയില്ലേ, മാറേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് ഇവിടെ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടില്ല. ബാക്കി അതിന് പകരം ഈ ചെടികളെല്ലാം ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഒരു കാണുമ്പോഴേ നമുക്ക് ഇറങ്ങി വന്ന് കാണുമ്പോൾ ഇത്രയും ഈ ചെടിയായാലും ജീവനല്ലേ, പിന്നെ മനുഷ്യനെ പോലെ തന്നെ ചെടിയും ജീവനുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റൊക്കെ വന്ന് നിൽക്കുമ്പോഴേക്കും നമ്മൾ നട്ടുപിടിപ്പിച്ചതാണ് ഇത്രയും ജീവൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഒരു പച്ചപ്പുള്ളത് നല്ലതല്ലേ. പിന്നെ ഇവിടെ വീട്ടിലേക്ക് വന്നപ്പോഴാണെങ്കിൽ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, അത് ഇതുകൊണ്ടാണ്, ഈ ചെടികളുകൊണ്ടാണ്. നമ്മളിവിടെ എല്ലാം ചെടികളെല്ലാം വെട്ടി അല്ലെ, കാട് മരമെല്ലാം വെട്ടി കളയുമല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ചൂട് കൂടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ഇടുക്കി മൂന്നാർ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്രയും തണുപ്പൊന്നും ഇല്ല അവിടെ. മൂന്നാറും കുറഞ്ഞു. ഞാൻ കട്ടപ്പനയിൽ ഞാൻ എല്ലാ മാസവും പോയിക്കൊണ്ടിരുന്നതാണ്. ആദ്യകാലത്ത് ഞാൻ കട്ടപ്പന ഡിസംബർ മാസത്തിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ല. അതായത് പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഒരു കാറ്റും കൂടിയുണ്ട്. ആ കാറ്റും കൂടി വരുമ്പോഴേക്കും നമുക്കിങ്ങനെ സൂചി കുത്തിക്കൊള്ളുന്ന പോലെ തണുപ്പായിരിക്കും, നിൽക്കാൻ പറ്റില്ല. 2 സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പോയിട്ട് ഒരു സ്വെറ്റർ പോലും ഇടാൻ പറ്റില്ല, ചൂടാ. അല്ല നിങ്ങൾ ചോദിച്ചു. വണ്ടി കിടപ്പുണ്ട്. വണ്ടി അത് എൻ്റെ ആദ്യത്തെ വണ്ടിയാണ്. എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച കാറാണ്. അപ്പോൾ ഇപ്പോൾ അത് മോളാണ് ഓടിക്കുന്നത്. മോള് പഠിത്തത്തിന് ഇടയ്ക്ക് വരുന്ന സമയത്ത് അവളാണ് ഓടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഓടിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാറ്ററിയൊക്കെ ചാർജൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിൽ കിടക്കുവാണ്. എങ്കിലും ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഭദ്രമായിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് സാധനങ്ങൾ, അത് ഇവർ പണിക്കാരുടെ സാധനങ്ങളാണ്. അവരുടെ സാധനങ്ങളെല്ലാം കൂടി അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന. അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ടായില്ല. ഒന്ന് മാറ്റിയിടാന്ന് വിചാരിച്ചിട്ട് മണി പ്ലാന്റ് ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇതാ കണ്ട ശിവൻ്റെ ഇത് നേരത്തെ ഉണ്ടല്ലോ. നേരത്തെ ഇതാ ഈ ചെടി വളർന്നിട്ട് വേറൊരു മണി പ്ലാന്റ് കൂടി വന്ന് ഇത് കംപ്ലീറ്റ് ഈ ശിവൻ്റെ ഫോട്ടോ മൊത്തം അങ്ങ് പടർന്ന് പിടിച്ച്. എന്നിട്ട് ഇത് കണ്ട ഇതിലേക്കൂടി ഇങ്ങനെ കയറിയിട്ട് ശിവൻ്റെ മുഖം മാത്രം മറച്ചില്ല, ബാക്കി എല്ലായിടത്തും ചെടിയായി, മൊത്തം ചെടിയായി.
അപ്പം ഞാൻ നോക്കിയത് ശിവൻ കാനനവാസനായോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ഇനി അത് നമ്മളത് ഇളക്കിക്കളഞ്ഞാൽ ഒരു ചെടി നശിപ്പിച്ച് കളയല്ലേ, അതുകൊണ്ട് ഇളക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഈ ഇൻഷുറൻസിൻ്റെ സ്റ്റാർ ഹെൽത്തിൻ്റെ ഒക്കെ ഒരു ഏജൻ്റൊക്കെ എനിക്ക് സ്റ്റാർ ഹെൽത്ത് എടുത്ത പുള്ളിയാണ്. പുള്ളിയുടെ പേര് എന്താണ്, ശിവൻ്റെ പേരാണ് മഹാദേവൻ എന്ന പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ദിവസം വന്നപ്പോഴേക്കും ഇതിങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, ഇതെന്ത് പണിയാണ് കാണിച്ചിരിക്കുന്നത്, മഹാദേവൻ ഇങ്ങനെ മറിഞ്ഞു നിൽക്കാൻ പാടില്ല, അത് ഇളക്കി കളയാൻ പറഞ്ഞു. നമ്മൾ അങ്ങനെയാണോ, എന്നാൽ പിന്നെ ഇളക്കി കളഞ്ഞേക്കാം. അങ്ങനെ അത് ഇളക്കി കളഞ്ഞിട്ട് വെച്ചേക്കുവാണ്. ഇപ്പോൾ അതിൻ്റെ അകത്തൂടി പോയിട്ട് ഒരിലയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഫോട്ടോ. അതെ, അത് ഫോട്ടോ അല്ല, ഞാൻ വരപ്പിച്ചതൊന്നുമല്ല, സംഭവം വരച്ചതാണ്. പക്ഷെ ഞാൻ വരപ്പിച്ചതല്ല, ഇത് അച്ഛനൊരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ്. മാർത്താണ്ഡത്തുള്ള ഒരാളാണ് പുള്ളിക്കാരൻ. ഗിന്നസ് റെക്കോർഡ് വിൻ ചെയ്ത ആളാണ്, ചിത്രം വരയിൽ ഗിന്നസ് റെക്കോർഡ് ആണ്ടൊക്കെ ഉള്ള. പക്ഷേ അച്ഛനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് പുള്ളിക്കാരൻ അച്ഛൻ്റെ പടം വരച്ചിട്ട് എനിക്ക് 2009 എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ, പഴശ്ശിരാജയ്ക്ക് അവാർഡ് കിട്ടിയ സമയത്ത് അതിൻ്റെ ഒരു ആദരവ് ഈ മാർത്താണ്ഡത്ത് വെച്ചിട്ട് നടത്തിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നടത്തിയപ്പോൾ അവർ എന്നെ അവാർഡ് സ്വീകരിക്കാനായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്കും ആ ഫംഗ്ഷൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെ വേറെ എന്തോ ഒരു ഇതിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴേക്കും അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ വരച്ച സാധനം ഇങ്ങനെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി, നല്ല വിലയുള്ള ഫ്രെയിമൊക്കെ. അത് ഏകദേശം 1 ലക്ഷം രൂപയാണ് അതിൻ്റെ വില, ഈ ഫോട്ടോയ്ക്ക് മൊത്തത്തിൽ അതിൻ്റെ ചിലവെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് അച്ഛന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അച്ഛൻ അന്നത്തെ ഫംഗ്ഷന് വന്നില്ല. അപ്പോൾ അത് അച്ഛൻ വരാത്തത് കൊണ്ട് എനിക്ക് കൈമാറി. എനിക്ക് അതെ, നിങ്ങൾ ശോഭി വന്നല്ലോ, അപ്പോൾ ശോഭിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. ഞാനത് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വെച്ച്. അപ്പോൾ അച്ഛനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, അച്ഛാ എന്നെ വല്ലതും അതെന്തേ നീ കൊണ്ടുവന്നില്ലല്ലോ. നമ്മളല്ലാതെ കൊണ്ടുവന്നില്ല, ഞാൻ മനഃപൂർവ്വം കൊണ്ടുവരാത്ത. അതെന്താ? നമ്മളല്ലാതെ ഇവിടെ കൊണ്ടുവച്ചാൽ അത് ഫ്ലാറ്റിൽ അച്ഛൻ്റെ എല്ലാ അവാർഡുകളും എല്ലാ മൊമെൻറ്റോസും ഇരിക്കുന്ന അവിടെയാണ്. അത് കംപ്ലീറ്റ് പൊടിയടിച്ച് മറ്റേ 8 മാറാലയൊക്കെ ആയിട്ട് അവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ആ സിറ്റ് ഔട്ടിൽ കൊണ്ടിങ്ങനെ ഡംപ് ചെയ്തിട്ടിരിക്കും. കാരണം സ്ഥലമില്ല വയ്ക്കാൻ, ആ ഫ്ലാറ്റിൽ അത്രയും സ്ഥലമില്ല. അപ്പോൾ അവിടെ ഒരു സിറ്റ് ഔട്ടിലായിട്ട് ഇങ്ങനെ ചുമ്മാ കൊണ്ട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇതിവിടെ ഇങ്ങനെ പൊടിയൊക്കെ അടിച്ച് അത് പ്രാവൊക്കെ വന്ന് കൂട് കൂട്ടും അതിനകത്ത്. ഈ പ്രാവൊക്കെ തൂറി മെനകേടാക്കുന്ന രീതിയിൽ കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അച്ഛന് തരൂല, ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല. ഞാൻ വിചാരിച്ച് ഇല്ലല്ലോ അതെനിക്ക് വേണമെന്ന് പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാകുമ്പോൾ അത് ഭിത്തിയിൽ മനോഹരമായിട്ട് ഇരുന്നോളും, വരുന്നവർക്കെല്ലാം കാണുകയും ചെയ്യാം, അച്ഛനും വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് വെച്ച്. പക്ഷേ അത് നമ്മുടെ ഒരു ഇതായിട്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഒരു വളരെ ലൈഫുള്ളൊരു പടമാണ് അത്. ഇവൻ അച്ഛൻ്റെ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഈ മുഖത്തുള്ള പാടുകളൊക്കെ ഉണ്ട്, അതുവരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വരച്ചേക്കുന്നത് ആ കണ്ണിനൊക്കെ ഒരു ജീവനുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉള്ളതായിട്ടാണ് എനിക്ക്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം ഇവിടെ ഈ പാവകളുണ്ട്, ട്രോഫികളുണ്ട്. ഇതെല്ലാം ട്രോഫികളൊക്കെ എനിക്ക് കിട്ടിയതാണ്. ബാക്കി പാവകളൊക്കെ പിള്ളേരുടെയാണ്. അതിൽ എൻ്റെ മോനാണ് പാവകൾ എടുക്കാൻ വിദഗ്ധൻ. അവൻ നമ്മുടെ ലുലുമാളിൽ കളിക്കുന്നിടത്ത് പോകത്തില്ലേ, അവിടെ പോകുമ്പോഴേക്കും മറ്റേ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് മറ്റേ ഇത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി പിക്കിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 6 എടുത്തുണ്ട്. അവനിപ്പോൾ 10. അവനിന്ന് പരീക്ഷയ്ക്ക് പോയിരിക്കുക, എന്നിവിടെ ഇല്ല. മോഡൽ എക്സാം നടക്കുന്നു. പിന്നെ ബാക്കി ഇതെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കുപ്പി നോക്കിയിട്ട് എനിക്ക് കിട്ടിയാണെന്ന് പറയരുത്. അതും കിട്ടിയല്ലേ? അതെനിക്ക് കിട്ടിയല്ല, എല്ലാം ഒറിജിനലാ. അത് അതിനകത്ത് എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഗൾഫിലൊക്കെ പോയിട്ട് വരുമ്പോഴേ അവിടുന്ന് നമ്മൾ ബോട്ടിൽ മേടിക്കുമല്ലോ. ആ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ചെറിയ ബോട്ടിൽസ് ഉണ്ട്, കോംപ്ലിമെൻ്റ് ആയിട്ട് തരുന്ന ആ ബോട്ടിൽസ് എല്ലാം ഞാനിവിടെ എടുത്ത് സൂക്ഷിച്ചു വെക്കും. ആർക്കും കൊടുക്കില്ല. ആകെപ്പാടെ ഒരാൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത്
നിവൃത്തിയില്ലാണ്ട് കൊടുത്തു. അത് കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. ലോക്ക്ഡൗണിന് കടയില്ലല്ലോ, ബാറില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചേട്ടനെ പോലെയാണ്. ചേട്ടനെ പോലെ എന്ന് പറയുന്നത് ചേട്ടൻ തന്നെയാണ്. സൂര്യ കണ്ണൻ എന്ന് പറയും, ക്യാമറാമാനാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി ഒരു സുഹൃത്താണ് സൂര്യ കണ്ണനും നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ടെൽമ. വസുന്ധര ദേവി എന്നാണ് ഒഫീഷ്യൽ പേര്. അപ്പോൾ അവർ ലോക്ക്ഡൗൺ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് താമസിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും, 2 ദിവസം വരെ പുള്ളിനോട് ചോദിച്ചില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വൈഫിനെ കൊണ്ട് ചോദിച്ച് ഇതൊരെണ്ണം തരുമോ? കാരണം പുള്ളിക്ക് കിട്ടുന്നില്ല, സാധനം കിട്ടാനില്ല. ഒരെണ്ണം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് മേടിച്ചു തരാം എന്ന് പറഞ്ഞു. ചെറിയ സെയിം തന്നെ. ഇത് എനിക്ക് വേണം അന്ന് പുള്ളിക്ക് വേറൊരു കമ്പനിയുടെ കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്ത് എടുത്തോ, കുഴപ്പമില്ല. പുള്ളിക്ക് കൊടുത്ത് പുള്ളി ആ ഒരു ബോട്ടിൽ, അത് ഇത്തിരി വലിയ ബോട്ടിലാണ്, ആ വലിയ ബോട്ടിൽ പുള്ളി 2 ദിവസം കൊണ്ട് കഴിച്ചു. കാരണം അത് അതങ്ങനെ. പിന്നെ ഇതൊക്കെ എൻ്റെ സ്റ്റേറ്റ് അവാർഡുകളാണ്. അതിൽ ഈ 3 എണ്ണം സിനിമയുടെയാണ്, ഈ 3 എണ്ണം ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡ്. ഏതൊക്കെ സിനിമയുടെ? ഒന്ന് പഴശ്ശിരാജ, നമ്മുടെ കേരള വർമ്മ പഴശ്ശിരാജ ആണ്. ഇത് തന്നെ. വായിക്കണേന് ചേട്ടന് കണ്ണാടി നിർബന്ധമാണോ? എനിക്ക് വായിക്കണമെങ്കിൽ മാത്രം മതി, അല്ലേ കുഴപ്പമില്ല. വണ്ടി ഓടിക്കാനൊന്നും വേണ്ട കണ്ണാടി, പക്ഷെ വായിക്കണമെങ്കിൽ കണ്ണാടി. ഇത് കേരള വർമ്മ പഴശ്ശിരാജ നമ്മുടെ ആദ്യത്തെ അവാർഡാണ്. ഇത്തിരി വെയിറ്റ് ഉണ്ട്. ഫസ്റ്റ് അവാർഡാണ് ഇത്. ഭൂമിയിലെ മനോഹര സ്വകാര്യം എൻ്റെ സിനിമയ്ക്കുള്ള 2ാമത്തെ അവാർഡാണ്. ഭൂമിയിലെ മനോഹര സ്വകാര്യം. ഇത് ആർക്ക് വേണ്ടിയായിരുന്നു ഇതിൽ ഡബ് ചെയ്തത്? ഇതിൽ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അതിലൊരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറായിരുന്നു. ഇത് അദ്ദേഹം തന്നെയാണ് എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചത്. ഇതിൻ്റെ സംവിധായകരൊന്നുമല്ല, അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്യാൻ വിളിച്ചത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ പറഞ്ഞു ഇത് സത്യം പറഞ്ഞാൽ ഏത് പടത്തിനാണെന്ന് പോലും എനിക്ക് അതിൻ്റെ പേര് പോലും എനിക്കറിയില്ല. ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഈ പേരിട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഡബിങ്ങിന് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു ഏത് പടത്തിനെന്ന് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ ഭൂമിയിലെ മനോഹര സ്വകാര്യം. ഞാൻ പറയാം അത് ഏത് പടം, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് തോന്നിപ്പോയി. ഇതിപ്പോൾ ലാസ്റ്റ് കിട്ടിയ നമ്മുടെ വിനയൻ സാറിൻ്റെ പടം. കിട്ടിയില്ലേ? 19ാം നൂറ്റാണ്ട്. അതാ വന്നു മോൻ. മോനെ ബാ, നീ ധൈര്യമായിട്ട് വാ. സ്കൂളിൽ പോയിട്ട് വന്നു. അവന് പരീക്ഷ കഴിഞ്ഞിട്ട് വരുവാ. ഹായ് മനു. അന്ന് കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? കുഴപ്പമില്ലെന്ന് കേട്ടാ. എനിക്ക് മനസ്സിലാവാത്ത എൻ്റെ മക്കൾ ആരോടും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു എന്നൊന്ന് കേട്ടാ മതി. പറയടാ. അപ്പോൾ ഇത് മറ്റേ നിഴലും നിലാവും പറയാതിരുന്നതെന്ന് പറഞ്ഞൊരു ഇതാണെന്ന് തോന്നുന്നു ടെലിവിഷനിലെ ആദ്യത്തെ അവാർഡ്, ഡബിങ് അവാർഡ്. ഇതൊരു ഷോർട്ട് ഫിലിം. ഷിജു എന്ന് പറയുന്നത് നമ്മുടെ ഷിജു എന്ന് പറയുന്ന ആക്ടറില്ലേ, നമ്മുടെ ഷിജു ബിഗ് ബോസിലൊക്കെ പോയ അത് തന്നെ. ഷിജുവിന് വേണ്ടി ശബ്ദം കൊടുത്തതാണ്. പഴശ്ശിരാജ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും എൻ്റെ ഒരു പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. പഴശ്ശിരാജ ഡബ് ചെയ്യുമ്പോൾ അത് നമുക്കൊരിക്കലും മറക്കാനാവാത്ത, എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അത് മറക്കാനല്ലെങ്കിൽ തന്നെ പറ്റില്ല. പഴശ്ശിരാജ സിനിമയെ പറ്റില്ല. കാരണം ഈ ഒരു സാധനം ഇവിടെ ഈ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒരാൾക്കും കിട്ടാത്ത തരത്തിലുള്ള ഒരു അവാർഡായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം നമുക്കിപ്പോൾ ഒരു അവാർഡ് കിട്ടും, എല്ലാവർക്കും അവാർഡ് കിട്ടാറുണ്ട്, പലർക്കും കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സിനിമയിൽ കിട്ടുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ മികവ് കൊണ്ടും ആ കഥാപാത്രം നമ്മൾ ചെയ്തതിൻ്റെ ഒരു മികവ് കൊണ്ടും ഒക്കെ കിട്ടും. പക്ഷേ നമുക്ക് ലൈഫിൽ ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടുക, അതും സ്റ്റേറ്റ് അവാർഡ് കിട്ടുക, ആ സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രമാവുക എന്ന് പറയുന്നത് അത് വേറൊരു എന്താ പറയുക, നമ്മുടെ സന്തോഷമല്ലേ. അപ്പോൾ ആ ചരിത്രമായ സിനിമ എന്ന് ഞാൻ പറയുന്നത് കേരളവർമ്മ പഴശ്ശിരാജയുടെ സംവിധായകൻ, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ
ഹരിഹരൻ സാർ. എഴുതിയതാരാ? ഇപ്പോൾ നമ്മായി വിട്ടു പിരിഞ്ഞു പോയ എല്ലാവരും. ഞാൻ പറയില്ല, ആ അദ്ദേഹത്തിൻ്റെ വേർപാടെന്ന് പറയുന്നത് ഇന്ത്യ ഒന്നടങ്കം എന്താ പറയുക നഷ്ടബോധം പറഞ്ഞുകൊണ്ട് പോയൊരു വ്യക്തിയാണ് MT സാർ. MT സാറിൻ്റെ ആ സുവർണ തൂലികകളിൽ എഴുതിയ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല, നമുക്ക് കിട്ടി. എൻ്റെ ഭാഗ്യം. അതിൽ എൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പറയുമ്പോൾ അച്ഛനെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും എൻ്റെ ഒരു റോൾ മോഡൽ, ഞാനൊരു ഗുരുവായിട്ട് കാണുന്ന അച്ഛനെയാണ്. അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഇത്രയും ഉള്ളപ്പോൾ തൊട്ട് ഓരോ സിനിമകളും കണ്ട് ആ സിനിമയുടെ ആവേശത്തോടു കൂടി നമ്മൾ നടന്നിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകരിച്ച് നടന്നിരുന്ന ഒരാളാണ് മമ്മൂക്ക. നമ്മുടെ ഇന്നും അന്നും എന്നും നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആരാധിക്കുന്ന ഒരു നടനാണ് മമ്മൂക്ക. മമ്മൂക്കയാണ് ആ സിനിമയിലെ നായകൻ. തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന ഒരാളാണ് ശരത് കുമാർ. അദ്ദേഹത്തിൻ്റെ എത്രയോ സിനിമകൾ, ഗംഭീരമായ ഒരുപാട് സിനിമകളുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ശബ്ദം കൊടുത്തേക്കുന്നത്. ഇത്രയും ലെജൻഡുകൾ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ ലെജൻഡുകൾ ഒന്നു ചേർന്ന ഒരു സിനിമയിലൂടെ എനിക്ക് ആദ്യമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം കിട്ടുക, അത് നമുക്ക് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? അത് ഭാഗ്യമെന്നല്ലാതെ വേറെന്താ പറയണ്ടേ, അല്ലേ? അപ്പോൾ അത്രയും ലെജൻഡുകളുടെ കൂട്ടായ്മയിൽ കിട്ടിയ ഒരു ഫലകമാണിത്. ആദ്യമായിട്ട് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു? അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അച്ഛൻ മക്കൾക്ക് വേണ്ടി അങ്ങനെ റെക്കമെൻഡേഷനൊന്നും, എൻ്റെ മക്കൾ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരണം, അല്ലെങ്കിൽ അവരെ ഒരു ഇതിലെത്തിക്കണം, അങ്ങനത്തെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല പുള്ളിക്കാരനെ സംബന്ധിച്ച് മക്കൾ വരണമെങ്കിൽ വരുന്നതിന് കുഴപ്പമില്ല. മക്കൾ ഏത് മേഖല തിരഞ്ഞെടുക്കുന്നതിന് പുള്ളിക്ക് കുഴപ്പമില്ല. പക്ഷേ അവനവൻ്റെ കഴിവിൽ കയറി വരണം. അല്ലാതെ റെക്കമെൻഡേഷനിലൂടെ കയറി വന്നാൽ, കാരണം അച്ഛൻ പറയും, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഞാൻ വേറൊരാൾ, ഇപ്പോൾ നിങ്ങൾ പോയിട്ട് അച്ഛനോട് പറയാണ്, ഇതിലെ ചേട്ടാ എനിക്കൊരു ക്യാരക്ടർ വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞാൽ പുള്ളി വാങ്ങിച്ചു തരും. പുള്ളി പറയും, നമ്മൾ കിണഞ്ഞ് പറഞ്ഞ അച്ഛാ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ട് നമുക്ക് കൂടി ഒന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചാൻസ് ചോദിച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി ചാൻസ് ചോദിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരിക്കലും മക്കൾക്ക് വേണ്ടി ഞാൻ ചാൻസ് ചോദിക്കില്ല. അങ്ങനെ മക്കൾക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യുന്ന ഒരാളല്ല. ഇതിൻ്റെ അകത്ത് അച്ഛൻ്റെ ട്രോഫികൾ ഏതൊക്കെയാണ്? അച്ഛൻ്റെ ട്രോഫികൾ എന്ന് വെച്ചാൽ അതൊരു അവാർഡല്ല. ഇത് ഗോഡ് ഫാദറിൻ്റെ 405 ദിവസം ഗോഡ് ഫാദർ സിനിമയുടെ 405 ദിവസത്തിൻ്റെ ഒരു മൊമെൻ്റാണ് അച്ഛന് കിട്ടിയ മൊമെൻ്റ്. ഏറ്റവും കൂടുതൽ ഓടിയിരുന്ന പടം? ഏറ്റവും കൂടുതൽ ഓടിയതല്ല, അതിൽ കൂടുതൽ ഓടിയ പടങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഇൻഹരിയർ നഗർ, ഉസ്താദ് ഹോട്ടലിൻ്റെ ഒരു മൊമെൻ്റ് ഉണ്ട്. അത് അച്ഛൻ മരിച്ചതിന് ശേഷമാണ്. അപ്പോൾ അന്ന് ഞാനും ഷമ്മിച്ചേട്ടനും കൂടിയായിരുന്നു അതിന് പോയിരുന്നു. അപ്പോൾ സംഭവം ഞങ്ങൾക്ക് രണ്ടുപേരും കൂടിയാണ് തന്നെ. പക്ഷേ തന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാനിങ്ങനെ പിടിച്ചപ്പോൾ അത് എൻ്റെ കയ്യിലോട്ടേക്ക് പോകുന്നു. ഷമ്മിച്ചേട്ടൻ ചോദിച്ചില്ല? പുള്ളി ചോദിച്ചില്ല. അല്ല, ഈ അച്ഛൻ്റെ പത്മഭൂഷണൊക്കെ ഇല്ലേ, അതൊക്കെ എവിടെയാ? പത്മശ്രീ അത് ഇല്ല, അത് ഇവിടെ ഇല്ല, എൻ്റെ കയ്യില്ല. ഷമ്മിച്ചേൻ്റെ കയ്യിലാണ്. അത് ഇവിടെ ഇല്ല. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത് അച്ഛൻ്റെ ഒരു കാരിക്കേച്ചർ ഒരു പടം ആരോ ഇതുപോലെ തന്നതാണ്, എനിക്ക് തന്നതാണ്. ഇവിടെ ഇരിക്കണം. പിന്നെ എല്ലാം ചേട്ടൻ കിട്ടിയ അതൊക്കെ അവാർഡ്. ഞാൻ ഇതൊന്നും കളയത്തില്ല. ഈ പറയുന്ന ടാഗെല്ലാം ഇതെല്ലാം ഏഷ്യാനെറ്റ് അവാർഡിൻ്റെയും ഇതിൻ്റെയൊക്കെ എല്ലാം ഇവിടെ തൂക്കിയിടും. ഇവിടെ ഒന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ കൂടുതലും അവാർഡുകളെല്ലാം അവിടെ ഫ്ലാറ്റിലിരിക്കുന്നത്. അച്ഛൻ്റെ അവാർഡുകൾ കൂടുതലും അല്ല, എല്ലാ അവാർഡുകളും അവിടെ തന്നെ ഇരിക്കുന്നത്. ഇവിടെ കുറച്ചിരിക്കണം അമ്മയുടെ അവാർഡുകൾ. എനിക്ക് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൻ്റെ ആദരമാണ്. ഞാൻ ആദ്യത്തെ അതെ ഇരിക്കാം. എനിക്ക് ആദ്യത്തെ അവാർഡ്, ഞാൻ അമ്മയിൽ അംഗത്വം എടുത്ത് ആദ്യത്തെ അവാർഡിന് ഫസ്റ്റ് മീറ്റിങ്ങിന് പോകുമ്പോൾ എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു. പഴശ്ശിരാജല്ല, എനിക്ക് തോന്നുന്നു മറ്റേ ഭൂമിയിലെ മനോഹര സ്വകാര്യം.
ആ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ അമ്മയിൽ അംഗത്വം എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിന് പോകുമ്പോൾ ആ ജനറൽ ബോഡിയിൽ വെച്ച് എന്നെ ആദരിച്ചത്. ഫസ്റ്റ് അവാർഡ്, അതായത് ഫസ്റ്റ് അവാർഡല്ല, അമ്മയിൽ അംഗത്വം എടുത്തിട്ട് ആദ്യത്തെ അവാർഡ് 2020. അത് കഴിഞ്ഞ് അടുത്ത മീറ്റിങ്ങിനും അമ്മയുടെ മീറ്റിങ്ങിന് ചെന്നപ്പോഴും എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ആദരവ്. ചേട്ടാ ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. ഫാമിലിയൊക്കെ ഉണ്ട്, വൈഫുണ്ട്, മോളും ഉണ്ട്, മോനും ഉണ്ട്. മോൻ ഓൾറെഡി വന്നു, നമ്മൾ സ്കൂളിൽ ഒന്ന് വന്ന അവൻ അത് കഴിഞ്ഞ് മോളിലോട്ട് പോയിട്ടുണ്ട്, റെഡി ആവാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ വൈഫിനെ വിളിക്കാം. കൊച്ചുമോളെ അവിടെ വാ വാ. ചേച്ചി നമസ്കാരം. ഓക്കെ അല്ലേ, ഇതാണ് അറിയാലോ, നമ്മളന്ന് കണ്ടല്ലേ രാജേഷ് ഹെബ്ബാറിന്റെ കല്യാണത്തിന്. രാജേഷ് ഹെബ്ബാറിന്റെ കല്യാണമല്ല, മോന്റെ കല്യാണം. ഓക്കെ ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതാണ് വൈഫ്. മോളെ വിളിക്കാം. ദേവു അലോടില്ലേ? വാ. ഹായ്. ഇത് മോള്. അവള് ഞാൻ പറഞ്ഞു MBBS പഠിക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലായിരുന്നു ഇന്നലെ കണ്ട്. അല്ലേ ഇന്നലെ അല്ലേ? ഓക്കെ മിനിഞ്ഞാന്ന് രാത്രി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വന്നു. പിന്നെ തേർഡ് ഇയറിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഒരു 2-3 ദിവസം ലീവ് ഉണ്ട്. അപ്പോൾ അതിന് നേരെ വീട്ടിലേക്ക് വന്നതാണ്. അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നാ? അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കി തന്നെ? അമ്മ ബട്ടർ ചിക്കൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ ഇന്നിനി ബട്ടർ ചിക്കൻ കിട്ടുന്ന പാൽക്കപ്പ മീനും കിട്ടി. ഇന്നലെ പാൽക്കപ്പ ഉണ്ടാക്കി. ഇങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ട്. പാൽക്കപ്പ, പിന്നെന്താ പിടിയും കോഴിയും. പിടിയും കോഴിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ലൊക്കേഷനിലൊക്കെ കൊടുക്കും. ഇവിടുന്ന് ഉണ്ടാക്കി ലൊക്കേഷനിൽ കൊണ്ട് കൊടുക്കും. പല ആൾക്കാരും ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴേക്കും ചേട്ടാ ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് പിടിയും കോഴിയും കഴിക്കാൻ എന്ന് പറയാറുണ്ട്. ചേച്ചി ഇത് ശോഭിച്ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചോറും മീൻകറി. ചോറും മീൻകറി എന്തുണ്ടാക്കി കൊടുത്താലും? കൊഴുക്കട്ട. കൊഴുക്കട്ട അത് വലിയ കഥയാണ്. കല്യാണം കഴിച്ച് കുറേ കാലം ഞാൻ കൊഴുക്കട്ടയായിരുന്നു ഉണ്ടാക്കി കൊടുക്കുന്നത്. അരി, ഗോതമ്പ്, ഓരോ ദിവസം ഓരോ. നിങ്ങൾക്കത് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇടയ്ക്ക് ഇവക്ക് ഞങ്ങൾ വാടകയ്ക്കാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് താമസിക്കുമ്പോൾ ഇവക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് രാവിലെ തിങ്കളാഴ്ച രാവിലെ അരി പൊടി വെച്ചിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കി തരും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. ചൊവ്വാഴ്ച ഗോതമ്പിൻ്റെ കൊഴുക്കട്ട, ബുധനാഴ്ച റവയുടെ കൊഴുക്കട്ട, വ്യാഴാഴ്ച ഗോതമ്പും റവയും കൂടി മിക്സ് ചെയ്തിട്ട് കൊഴുക്കട്ട. വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അരിയും റവയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കൊഴുക്കട്ട. ശനിയാഴ്ച ആകുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കൊഴുക്കട്ട. ഞായറാഴ്ച പുറത്തുനിന്ന് കഴിക്കും. അവസാനം അമ്മ വരുന്നത് മാത്രമല്ല, നമുക്ക് അന്ന് അവിടെ ഒരു ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. ആ ലാൻഡ് ഫോൺ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടാ. കാരണം ആ ലാൻഡ് ഫോണ് വിളിച്ചിട്ട് അമ്മയെ വിളിച്ചിട്ട് ഓരോ കറികളും ഓരോ സംഭവങ്ങളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഫോണിൽ കൂടി പഠിച്ച് പിന്നെ പരീക്ഷണം നടത്തി. പിന്നെ കുറേ പാചകത്തിൻ്റെ ബുക്കുകളുണ്ട്, അതെല്ലാം വെച്ച് പഠിച്ച് ഇപ്പൊ പുള്ളിക്കാരി വലിയ നിലയിൽ ഇപ്പൊ ഡിഗ്രി ഗ്രാജുവേറ്റ് ഒക്കെ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലൊക്കെ കഴിഞ്ഞു, PhD-ലാണ്. എത്ര ആളെടുത്ത് ചേച്ചി പാചകം പഠിക്കണം? അയ്യേ, അങ്ങനെ അന്നേ എല്ലാം ചെറുതായിട്ടൊക്കെ അറിയാം. പിന്നെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ ശോഭിച്ചേട്ടന് നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും ഒരേ എക്സ്പ്രഷൻ. അപ്പൊ പിന്നെ നമ്മൾ വിചാരിക്കും എന്തിനു മെനക്കെടുന്നേ, നമ്മൾ കൊള്ളാത്ത സാധനം കൊടുത്താലും ഭയങ്കര നല്ല ഈ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ പിന്നെ നമ്മൾ മെനക്കെടത്തില്ല. പിന്നെ മോനും എന്ത് കൊടുത്താലും ആ എക്സ്പ്രഷനേ ഉള്ളൂ. അതേസമയം ഇവക്ക് അങ്ങനെയല്ല, എല്ലാം നമ്മളെ കൊള്ളാന്ന് പറയും, എല്ലാം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവള് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള. പിന്നെ ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ചേട്ടാ. ഇപ്പോൾ അഭിപ്രായം പറഞ്ഞില്ലേ ഞാൻ അതെടുത്തോണ്ട് അങ്ങ് പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. മോളെങ്ങനെയാ, ചേച്ചിയുടെ പഴയ സ്വഭാവമാണോ അതോ ഇപ്പം എല്ലാം പഠിച്ചിട്ടുണ്ടോ? അല്ല, അവള് നന്നായിട്ട് പാചകം ചെയ്യും, എല്ലാം നല്ല കാര്യഗൗരവത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യും. മോളെ ഇത് എന്താ കൂടുതലായിട്ട് ഉണ്ടാക്കി തരുന്ന ഫുഡ് കാര്യങ്ങൾ? മോളെല്ലാം ഉണ്ടാക്കി തരും. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും, അല്ല ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും അവളുടെ എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരും.
ശരിയാണോ പറയണേ? ആ ഹോസ്റ്റലിലെ ജീവിതം വെച്ച് അല്ല, ഹോസ്റ്റലിൽ പോണതിന് മുമ്പ് അവള് ഇപ്പൊ അവൾക്ക് അങ്ങനെ ഒന്നും മടിയില്ല. ഇപ്പൊ നമ്മുടെ ഡ്രസ്സ് കഴുകി തരും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തില്ലെങ്കിലും അവളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ടും. അവളെല്ലാം ചെയ്യും. ചേച്ചി, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച് മാരേജ് ആയിരുന്നു? രണ്ടും അങ്ങനെയല്ല പോയിട്ട് 23 വർഷം അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറയാം. അതെങ്ങനെയാ, കഥ കേട്ടിട്ടുണ്ടോ? അതൊന്ന് പറഞ്ഞു. പബ്ലിക്കല്ലേ ഇവര്. അമ്മ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അച്ഛനും അമ്മയ്ക്ക് ഒരു കോമൺ ഫ്രണ്ട്. അമ്മ വിൻടെക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദിലീപ് അങ്കിൾ. ഡെയിലി ഈ വീട്ടില് തന്തയ്ക്ക് വിളി കേൾക്കുന്ന ഒരു മനുഷ്യനാണ്, പാവം. ഇവര് തമ്മിൽ അടി ഉണ്ടാവുമ്പോ പുള്ളിയാണല്ലോ വിളിക്കുന്നത്. അയാള് കാരണം എന്നൊക്കെ പറഞ്ഞ പാവം മനുഷ്യനെ പറയും ഇടക്കിടക്ക്. അത് അച്ഛൻ്റെ ഫ്രണ്ട്, അച്ഛൻ്റെ കൂടെ. അപ്പോൾ അച്ഛൻ്റെ കൂടെ എപ്പോഴും ഇരുന്നപ്പോൾ അമ്മ ഇങ്ങനെ ഓഫീസിലെ കാര്യം ചോദിച്ച് വിളിച്ചപ്പം ഞാൻ നടൻ ജഗദീഷിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അച്ഛന് ഫോൺ കൊടുത്തു. അന്ന് അച്ഛൻ മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പം അച്ഛൻ മിമിക്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ ജഗദീഷ് ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി, എന്നാൽ ആരാന്ന് പറയാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയതാ. പിന്നെ അങ്ങനെ 1-2 തവണ ഫോണിൽ കൂടെ സംസാരിച്ച് അവസാനം കണ്ടിട്ടില്ല. നേരിട്ട് കാണുന്നത് പെണ്ണ് കാണലിന്റെ അന്നാണ്. അങ്ങനെ പറ്റിയില്ല, നമുക്ക് നമ്മള് വാക്ക് പറഞ്ഞു പോയില്ലേ. മനസ്സിലായ? വെറുതെ നമ്മള് കാണാതെ ശബ്ദത്തിലൂടെ സംസാരത്തിലൂടെ മാത്രം പരിചയപ്പെട്ട ഒരാളോട് കല്യാണം കഴിക്കാതെ സമ്മതിച്ചു. അങ്ങനെയല്ല. ഇപ്പൊ ശോഭിച്ചേട്ടാ എന്നെ ആലോചിക്കാൻ പറ്റുന്ന വെച്ചപ്പോ നമ്മള് കാസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്, അപ്പൊ നടക്കത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ആലോചിച്ച് നോക്കാന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ആലോചിച്ച് എല്ലാം ഉറപ്പിച്ച് ശോഭിച്ചേട്ടൻ അച്ഛൻ വിളിച്ച് സംസാരിച്ച് അങ്ങനെയെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ശോഭിച്ചേട്ടൻ കാണാൻ വരുന്നത്. അപ്പം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ്, നീ പെണ്ണിനെ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. നീ പോയി പെണ്ണിനെ കാണും, കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണാൻ വരുമ്പോൾ അവിടെ ഇത് പഴയ 4 കെട്ടാ വീട്. അപ്പോൾ അവിടുത്തെ എന്താ പറയുന്നത്, പൂമുഖത്ത് ഇരിക്കുക. അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞ്, ഞാൻ മോളെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് 3 പേര് ഇറങ്ങി, കസിൻസ് 3 പേര് ഇറങ്ങി. അപ്പോൾ ഇതിൽ ഏതാന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ ഞാൻ നോക്കിയതെന്ന് വെച്ചാൽ ഈ ബാക്കി 2 പേരും വളരെ കൂളായിട്ട് നിൽക്കുന്നു. ഇവള് മാത്രം, ഇവളുടെ ഈ ചുണ്ടൊക്കെ കിടന്ന് ഇങ്ങനെ ഒരു വിറയലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതല്ലേ എന്ന് ചോദിച്ചു. അത് തന്നെ അത്. അങ്ങനെയാണ് അന്ന് തന്നെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്നൊക്കെ പറയും. ഇപ്പൊ ഇവര് തിരിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ പറയും. എത്ര വർഷം പിടിച്ചു? 23 വർഷം. 23 വർഷം കഴിഞ്ഞിട്ടാണോ പറഞ്ഞു ഇഷ്ടമല്ലാന്ന്? വഴക്ക് കൂടി കഴിഞ്ഞാൽ എന്തൊരു സമയം ഉണ്ടാവും? നമ്മളൊരു 24 മണിക്കൂറിൽ ഒരു 4 മണിക്കൂർ ഇണക്കം കാണും, ബാക്കി 20 മണിക്കൂർ മഴക്കായിരിക്കും. ഭയങ്കര ദേഷ്യമാണോ? അങ്ങനത്തെ വഴക്കല്ല, ചുമ്മാ നിസ്സാര. ഇപ്പൊ ശോഭിച്ചേട്ടൻ അവിടെ ഇരിക്കുമ്പോ ഞാൻ മനഃപൂർവ്വം വന്ന് ടിവിയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് പോകും. അവ എന്നെ എന്തെങ്കിലും പറയും, തിരിച്ച് ഞാനും പറയും. അതൊരു ഇച്ചിരി നേരം നമ്മൾ ടി വി ഒന്നുകിൽ വാർത്തയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമായിരിക്കും. കറക്റ്റ് ഞാൻ അവിടെ ഇരുന്നത് കാണുമ്പോൾ ഇവിടെ വന്നിട്ട് ഇത് മറയുന്ന രീതി നിൽക്കും. നമുക്ക് ദേഷ്യം വരുമില്ല. അങ്ങനെയൊക്കെയുള്ള. പിന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓടി ആ പത്രം എടുത്തോണ്ട് അങ്ങ് പോകും. അപ്പോൾ എന്തെങ്കിലും എന്നെ എന്ന് പറയും, തിരിച്ച് ഞാനും പറയും. പിന്നെ കുറച്ച് നേരം അതും കൊണ്ട് നിൽക്കും. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഞോണ്ടിയിട്ട് പോകും. അങ്ങനത്തെ ചെറിയ വേണം. എനിക്കങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ സ്നേഹിച്ചിങ്ങനെ അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. എപ്പോഴും അടി കൂടിയിരിക്കും. നിങ്ങളോട് എങ്ങനെയാ? ഞങ്ങളോട് ദൂരൊക്കെ ഏറ്റവും ചെറുത് അമ്മയാണ്. ഉറങ്ങി. അവൻ ഇന്നലെ ഉറങ്ങാതെ എക്സാമിന് പഠിച്ചിട്ട് ഒരു പണി നിങ്ങൾ ഇവരോട് ചോദിച്ചു നോക്കും. ഞാൻ അവനപ്പോ വിളിച്ചിട്ടുണ്ട്. ദേവുന്നല്ലേ വിളിക്കുന്നത്? വീട്ടില് ദേവുന്നാണോ അതോ ഫുൾ ദേവുന്ന്? ദേവയാനി എസ് തിലകൻ. ദേവയാനി എസ് തിലകൻ. ഓക്കെ. എവിടെ? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അച്ഛൻ്റെ അമ്മയുടെ പേരാ ദേവയാനി. ദേവയാനി അച്ഛൻ്റെ അമ്മയുടെ. ആ പേര് മോക്കിട്ടു. എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. MBBS സിലബസ് കുറച്ച് വലുതാണ്, അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല. പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? കുഴപ്പമില്ല. ഇങ്ങനെ ഞാൻ കിടന്ന് അലച്ചിരിക്കും. എനിക്ക് ഇഷ്ടമായിട്ട് എടുത്ത കാര്യമായിരുന്നു. അവള് സ്വയം എടുത്തതായി. ഒരു 8th സ്റ്റാൻഡേർഡ് ആയപ്പോൾ തൊട്ട് എനിക്കിങ്ങനെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാ. നേരത്തെ ചോദിച്ചില്ലേ ശോഭിച്ചേട്ടൻ ദേഷ്യമാണോ എന്നൊക്കെ ചോദിച്ചില്ലേ? ശോഭിച്ചേട്ടൻ ഒരു ദേഷ്യമില്ല. ഭയങ്കര പാവ. അമ്മേന്റെ പ്രശ്നം, അമ്മ ഇങ്ങനെ ഞാൻ മനഃപൂർവ്വം ചെന്ന് ഇങ്ങനെ ചൊറിയുന്നത്.
വഴക്കിടാൻ വേണ്ടി. പുള്ളി ഭയങ്കര കാമ, അച്ഛൻ ഭയങ്കര പീസ്. നമ്മളാണ് പുള്ളിയുടെ ഒരു ലോകം. നമുക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് വഴക്കിടുന്ന ഇഷ്ടമായോണ്ടാണ് ഞാൻ പോയി വഴക്കിടുന്നത്. അങ്ങോട്ട് പോയിട്ട് പാസ്റ്റ് ടൈം അങ്ങനെയാണ്. സമയം പോകുന്നെങ്കിൽ അച്ഛനോട് തടി ഉണ്ടാക്കി. അപ്പൊ ഈ ഇല്ലാത്ത സമയത്ത് ഷൂട്ടിനൊക്കെ പോകുമ്പോ അങ്ങനെ സത്യം. നിങ്ങൾ ഇപ്പോഴും മധുര 17 നടക്കുമല്ലേ? നമ്മൾ ഫോൺ വിളിച്ച് ഒരു എവിടെങ്കിലും വർക്കിന് പോയാൽ ഇപ്പം രാവിലെ അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കും, ഫുഡ് കഴിക്കാൻ രാവിലത്തെ കഴിക്കാൻ പോകുമ്പോൾ വിളിക്കും, ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒഴിവുണ്ടെങ്കിൽ വിളിക്കും, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ വിളിക്കും, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒഴിവുണ്ടെങ്കിൽ വിളിക്കും, അവിടുന്ന് വർക്ക് കഴിയുമ്പോൾ വിളിക്കും, വണ്ടി കയറി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരും, കുറച്ച് നേരം സംസാരിക്കും, പിന്നെ ഇങ്ങനെ വീട്ടിലെത്തും. അപ്പോഴത്തേനും ഒരു 4 വഴക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിനിടയ്ക്ക് എത്ര വഴക്ക് കഴിയുമെന്നറിയാം. പിന്നെ എനിക്ക് അന്നേരം വീട്ടിൽ എന്ത് നടന്നാലും പുള്ളിയെ വിളിച്ച് അറിയിക്കണം. പിന്നെ ഇച്ചിരി നേരം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങനെ പല കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വരെ അമ്മ വിളിച്ചറിയിക്കാം. അച്ഛൻ ഈ എറണാകുളത്ത് നിന്നൊക്കെ വരില്ലേ, അപ്പൊ ഒരു 15 മിനിറ്റ് അടുപ്പിച്ച് കോള് കിട്ടിയില്ല എന്ന് വെച്ചോ, അച്ഛൻ വണ്ടി സൈഡിലാക്കി വല്ല പെട്രോൾ പമ്പിന്റെ സൈഡിൽ ലൈറ്റ് ഓഫ് ഇത് കിടന്നുറങ്ങുമായിരിക്കും. അവരോട് വരെ പറഞ്ഞിട്ടായിരിക്കും ഉറങ്ങുന്നത്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടാതാകുമ്പോൾ അമ്മ ആദ്യം DYSP അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ പുള്ളീനെ വിളിക്കും, പിന്നെ ഭാഗ്യലക്ഷ്മി ആൻറ്റിയെ വിളിക്കും. അങ്ങനെ അമ്മയ്ക്ക് അറിയാവുന്ന എല്ലാവരെയും വിളിച്ച് എല്ലാ ട്രാഫിക് പോലീസിലും അറിയിച്ച് മറ്റേ റോഡിൽ പെട്രോളിംഗ് ഒക്കെ നടത്തി അവസാനം പലതവണയും പോലീസുകാർ പോയിട്ട് അച്ഛനെ വണ്ടിയിൽ കുട്ടിയൊക്കെ റീസെന്റ് എന്നായിരുന്നു? റീസെന്റ് ഇപ്പൊ പക്ഷേ ഈ അടുത്തിടെ അങ്ങനെയില്ല. ഇപ്പൊ നമ്മള് ലൈവായിട്ട് എപ്പോഴും കൂടെ പോകും. ചേട്ടാ, മോക്കടെ പേര് അച്ഛൻ്റെ അമ്മയുടെ പേര് ഇട്ടേക്കണേന്ന് പറഞ്ഞു. അതെ കാരണം ഞാൻ എന്താ പറയുക, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ വല്യമ്മയുടെ കൂടെ, വല്യമ്മയെന്നാണ് വിളിക്കുന്നത്, നമ്മൾ അമ്മൂമ്മയെന്നല്ല വല്യമ്മയെന്നാണ് വിളിക്കുന്നത്, വല്യമ്മയുടെ കൂടെയായിരുന്നു ഞാൻ നിന്നത്. ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് പുള്ളിക്കാരുടെ കൂടെ നിന്നാണ്. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് വല്യമ്മയോടുള്ളൊരു ഏറ്റവും വലിയൊരു ഇഷ്ടമെന്ന് പറയുന്നത് ഭയങ്കര അടുക്കും ചിട്ടയാണ്, ഭയങ്കര വൃത്തി കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ. ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ ഇപ്പോൾ ചായ ഇടാനായിട്ട് നമ്മൾ പഞ്ചസാര, തേയില ഒക്കെ വെച്ചിട്ടുണ്ടാവും, ഒരു ഡപ്പിക്കകത്ത് വെച്ചിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചായ ഇട്ടേ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചായ ഇട്ടിട്ട് ഈ പഞ്ചസാരയുടെ ഡപ്പിയെടുക്കും, തേയിലയുടെ ഡപ്പിയെടുക്കും, വെള്ളം വെച്ച് ഇതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് അവിടെ വെച്ചില്ലെങ്കിൽ, ഇത് എവിടെ നിന്നാണോ എടുത്തത് അവിടെ വെച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാം. കാരണം അതാണ് പുള്ളിക്കാരിയുടെ ഭയങ്കര, കാരണം ഒരു സാധനം എടുത്താൽ അത് എടുത്തെടുത്ത് വെക്കണം തിരിച്ച്. അതുപോലെ പാത്രം, നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളെല്ലാം അവനവൻ കഴിക്കുന്ന പാത്രം അവനവൻ തന്നെ കഴുകി വെക്കണം. അത് പുള്ളിക്കാരിക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ എനിക്ക് അതിൽ ഭയങ്കര ഒരു നന്മ കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിക്കാരിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അതൊന്നും പാലിക്കാറില്ല. അല്ല, ഞാനിപ്പോൾ എന്താ പാത്രം കഴുകാറില്ല, പാത്രം കഴുകുന്ന അടുക്കും ചിട്ടയൊക്കെ ഞാൻ വെക്കാറുണ്ട്. അതെല്ലാം ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അല്ല, അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ ഒരു പ്രായം കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ സഹായിക്കാനാണല്ലോ ഇവരൊക്കെ ഉള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ജോലികളും കൂടി അവരെ അങ്ങ് ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ഒരു മോളുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു വല്യമ്മയുടെ പേരിടാം എന്ന് വിചാരിച്ചു. അങ്ങനെ ദേവയാനി എന്നിട്ടു. PS ദേവയാനി അച്ഛൻ്റെ അമ്മയുടെ പേര്, ഇവള് ദേവയാനി S തിലകൻ. അച്ഛൻ പാവാ. ഇത് ഓടിച്ചിട്ട് തല്ലും എന്നെ പണ്ട് ഡൈനിങ് ടേബിളിൽ, അതും 50 മാർക്കിൽ 49 അര വാങ്ങിക്കൊണ്ടുവന്ന ബാക്കി അര മാർക്ക് എവിടെയും ചോദിച്ചു എന്നെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് അവസാനം അപ്പുറത്തെ വീട്ടുകാർ വന്നിട്ട് പിടിച്ചു മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അച്ഛനോട് ചോദിച്ചോല്ലേ? സത്യമാണ്. അത് TV-യിൽ പഴയ കളി വെച്ചാലും ഞാൻ ഇന്ന് കണ്ടുപിടിക്കുക. ഞാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത്. നമ്മളിപ്പോൾ എവിടെ എന്തിന്, ഞാൻ എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിട്ട് കുഞ്ഞിന് വയറിൽ അനക്കമില്ല, കിംസിൽ വിളിച്ച് പറഞ്ഞ് എളുപ്പം ചെല്ലാൻ പറഞ്ഞു. ശോഭിച്ചിട്ടാ പോവാം, ഈ ഒരു ഓവറും കൂടെ കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്ക്, ഒരു ഓവറും കൂടെ കഴിഞ്ഞിട്ട് പോകണം. ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ഈ കളി. എനിക്ക് ഈ കളി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഞാൻ കാണത്തേ ഇല്ല. ഇപ്പൊ ഇന്ന് നടക്കുന്ന ഒരു കളി, അത് ഇന്ന് നടക്കുമ്പോൾ നമ്മൾ ആ 4-നും 6-നും ഓരോ ഔട്ടിനും നമ്മള് അങ്ങനെ പറയുമല്ലോ. പക്ഷെ ഒരു 2002-ലെ കളി വെച്ചാലും
അതേ അതേ ആവേശത്തില് ആവേശത്തിൽ. അതിലാരാ ജയിച്ചേ എത്ര 6 ആണെന്ന് അച്ഛന് കാണാൻ അറിയായിരിക്കും. സ്റ്റിൽ അതേ ആവേശത്തിൽ ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു എന്നിട്ട് ഇന്ത്യ തോക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോ വീട്ടിലടിയാണ്. നമ്മളുമായിട്ട് ഭയങ്കര അടി വെച്ച് അപ്പോഴാണ് പുള്ളി നമ്മളോട് ദേഷ്യപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇവന് മെന്റലാണോ ഭയങ്കര വഴക്ക്. ആ ഒരു വഴക്ക് ഭയങ്കരമായിട്ട് നീണ്ടു നിൽക്കും. നമ്മളെ ഒന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഇന്ത്യ തോക്കാറാവുന്ന കണ്ടാൽ നമ്മൾ അപ്പം എല്ലാവരും എവിടെയെങ്കിലും മാറിയിരിക്കും. ഞാൻ അതിൽ നിന്ന് ചൊറിയുകയും ചെയ്യും വഴക്ക്. അങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും, യോ തോക്കണേ തോക്കണേ. കാരണം അതുകൊണ്ടല്ലേ നമ്മൾ വേറെ കാര്യമാണ്. നമുക്ക് ഈ ക്രിക്കറ്റിനോട് ഇത്രയ്ക്ക് പാഷൻ ആയതെന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയോടുള്ള സ്നേഹമാണ്. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ് നമുക്ക് ഈ ഒരു കളിയോട് ഇത്രമാത്രം, കാരണം അത്രയും ജനകീയമായിട്ടുള്ളൊരു കളിയാണത്. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു വലിയ ഇതിഹാസം, ആ ഇതിഹാസം കളിച്ച സമയത്ത് നമുക്കതൊക്കെ കാണാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് തന്നെയല്ല, ഈ പാഷൻ ഇത്രമാത്രം ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ചിട്ടുള്ള ആളുകളുടെ കൂടെ കളിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഷോബി ചേട്ടാ, കുറേ സമയം, കുറേ വീട്ടുവിശേഷം, കരിയർ എല്ലാം നമ്മൾ ഇനിയുണ്ട്, ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം ആയാലും തീരൂല. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ എനിക്കും നിങ്ങളോട് വളരെയധികം നന്ദി പറയുന്നു. കാരണം ഇത്രയും ദൂരം വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുടുംബ അംഗങ്ങളെ എല്ലാവരെയും അവരുടെ വിശേഷങ്ങൾ ചോദിക്കുകയും എന്നോട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ ചേച്ചി, അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. മോനോടും കൂടെ പറഞ്ഞേക്കണം. പറയാം, അവൻ ഉറക്കമായി പോയി. ഓക്കെ. ഓക്കെ.